അധ്യായം 53 അൻ-നജ്മ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 62. നക്ഷത്രം എന്നാണ് നജ്മിന്റെ ഭാഷാർത്ഥം. ആദ്യ പദമാണ് തലക്കെട്ടായി ഉപയോഗിച്ചത്. മക്കയിലെ ഖുറൈശികളെ ഒന്നിച്ചു കേൾപ്പിച്ച ആദ്യ അധ്യായമാണിത്. പ്രവാചകത്വത്തിന്റെ 5-ാം വർഷമാണ് ഇത് അവതീർണമായത്. ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കെ സുജൂദ് ചെയ്യാനുള്ള കൽപ്പനയുടെ ഭാഗത്തെത്തിയപ്പോൾ അവിശ്വാസികൾ ഉൾപ്പെടെ സദസ്സിലുള്ളവരെല്ലാം സാഷ്ടാംഗം ചെയ്തു. മുഹമ്മദ് നബിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളെ ശക്തമായി നിരാകരിക്കുന്നു ഈ അധ്യായത്തിലെ ആദ്യ ഭാഗം. തുടർന്ന് മക്കയിലുണ്ടായിരുന്ന സത്യനിഷേധികളുടെ ധാരണകളുടെ പൊള്ളത്തരം വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ പരമാധികാരം ഊന്നിപ്പറയുന്നു. അവസാനമായി പൂർവപ്രവാചകന്മാർ പ്രബോധനം ചെയ്തിരുന്ന കാര്യം തന്നെയാണ് മുഹമ്മദ് നബിയും ഉദ്ബോധിപ്പിക്കുന്നതെന്ന് സമർത്ഥിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നക്ഷത്രം സാക്ഷി, അത് അസ്തമിക്കുമ്പോൾ. നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകന് വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗിയായിട്ടുമില്ല. അദ്ദേഹം തോന്നിയെപ്പോലെ സംസാരിക്കുന്നുമില്ല. ഈ സന്ദേശം അദ്ദേഹത്തിന് നൽകപ്പെട്ട ദിവ്യബോധനം മാത്രമാണ്. അദ്ദേഹത്തെ അത് അഭ്യസിപ്പിച്ചത് ഏറെ കരുത്തനാണ്. പ്രബലനായ ഒരു വ്യക്തി, അങ്ങനെ അവൻ നിവർന്നു നിന്നു, അത്യുന്നതമായ ചക്രവാളത്തിലായിക്കൊണ്ട്. പിന്നെ അവൻ അടുത്തുവന്നു, വീണ്ടും അടുത്തു. അങ്ങനെ 2 വില്ലോളമോ അതിൽ കൂടുതലോ അടുത്തു നിലകൊണ്ടു. അപ്പോൾ അല്ലാഹു തന്റെ ദാസന് നൽകേണ്ട സന്ദേശം അവൻ ബോധനമായി നൽകി. അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടതിനെ മനസ്സ് കളവാക്കിയില്ല. എന്നിട്ടും ആ പ്രവാചകൻ നേരിൽ കണ്ടതിനെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? മറ്റൊരു ഇറങ്ങിവരവ് വേളയിലും അദ്ദേഹം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്, സിദ്റത്തുൽ മുൻതഹായുടെ അടുത്തുവെച്ച്. അതിനടുത്താണ് അഭയസ്ഥാനമായ സ്വർഗം. അന്നേരം സിദ്റയെ ആവരണം ചെയ്യുന്ന അതിഗംഭീരമായ പ്രഭാവം അതിനെ ആവരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകന്റെ ദൃഷ്ടി തെറ്റിപ്പോയില്ല, പരിധി ലംഘിച്ചുമില്ല. ഉറപ്പായും അദ്ദേഹം തന്റെ നാഥന്റെ മഹത്തായ ചില ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ട്. ലാത്തിനെയും ഉസ്സയെയും സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കൂടാതെ മൂന്നാമതായുള്ള മനാത്തിനെക്കുറിച്ചും. നിങ്ങൾക്ക് ആണും അല്ലാഹുവിന് പെണ്ണും അല്ലേ? എങ്കിൽ ഇത് തീർത്തും നീതിരഹിതമായ വിഭജനം തന്നെ. യഥാർത്ഥത്തിൽ അവ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും വിളിച്ച ചില പേരുകളല്ലാതൊന്നുമല്ല. അല്ലാഹു ഇവയ്ക്കൊന്നും ഒരു തെളിവും നൽകിയിട്ടില്ല. ഊഹത്തെയും ദേഹേച്ഛയെയും മാത്രമാണ് അവർ പിൻപറ്റുന്നത്. നിശ്ചയം അവർക്ക് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള നേർവഴി വന്നെത്തിയിട്ടുണ്ട്. അതല്ല, മനുഷ്യൻ കൊതിച്ചതൊക്കെ തന്നെയാണോ അവന് കിട്ടുക? എന്നാൽ അറിയുക, ഈ ലോകവും പരലോകവും അല്ലാഹുവിന്റേതാണ്. മാനത്ത് എത്ര മലക്കുകളുണ്ട്, അവരുടെ ശുപാർശകളൊന്നും ഒട്ടും ഉപകരിക്കുകയില്ല. അല്ലാഹു ഇച്ഛിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് അവൻ അനുമതി നൽകിയ ശേഷമല്ലാതെ. പരലോക വിശ്വാസമില്ലാത്തവർ മലക്കുകളെ സ്ത്രീനാമങ്ങളിലാണ് വിളിക്കുന്നത്. അവർക്ക് അതേക്കുറിച്ച് ഒരറിവുമില്ല. അവർ ഊഹത്തെ മാത്രം പിൻപറ്റുകയാണ്. ഊഹമോ സത്യത്തിന് ഒരു പ്രയോജനവും ചെയ്യുകയില്ല. അതിനാൽ നമ്മെ ഓർക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും ഐഹിക ജീവിത സുഖത്തിനപ്പുറമൊന്നും ലക്ഷ്യമാക്കാതിരിക്കുകയും ചെയ്യുന്നവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവർക്ക് നേടാനായ അറിവ് അത് മാത്രമാണ്. തന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിയവർ ആരെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ നിന്റെ നാഥനാണ്. നേർവഴി പ്രാപിച്ചവരെപ്പറ്റി നന്നായി അറിയുന്നവനും അവൻ തന്നെ. ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിന്റേതാണ്. ദുർവൃത്തർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കൊത്ത പ്രതിഫലം നൽകാനാണത്, സദ്വൃത്തർക്ക് സദ്ഫലം സമ്മാനിക്കാനും.
അവരോ വൻ പാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരാണ്, കൊച്ചു വീഴ്ചകളൊഴികെ. നിശ്ചയമായും നിന്റെ നാഥൻ ഉദാരമായി പൊറുക്കുന്നവനാണ്. നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ ഭ്രൂണമായിരുന്നപ്പോഴും നിങ്ങളെപ്പറ്റി നന്നായി അറിയുന്നവൻ അവൻ തന്നെ. അതിനാൽ നിങ്ങൾ സ്വയം വിശുദ്ധി ചമയാതിരിക്കുക. യഥാർത്ഥ ഭക്തനാരെന്ന് നന്നായി അറിയുന്നവൻ അവൻ മാത്രമാണ്. എന്നാൽ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞവനെ നീ കണ്ടോ? കുറച്ചു കൊടുത്തു നിർത്തിയവനെ? അവന്റെ വശം വല്ല അഭൗതിക ജ്ഞാനവുമുണ്ടോ? അങ്ങനെ അവനത് കണ്ടുകൊണ്ടിരിക്കുകയാണോ? അതല്ല, മൂസായുടെ ഏടുകളിലുള്ളവയെപ്പറ്റി അവന് അറിവ് ലഭിച്ചിട്ടില്ലേ? ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ച ഇബ്രാഹീമിന്റെയും? അതെന്തെന്നാൽ പാപഭാരം ചുമക്കുന്ന ആരും അപരന്റെ പാപച്ചുമട് പേറുകയില്ല. മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതൊന്നുമില്ല. തന്റെ കർമ്മഫലം താമസിയാതെ അവനെ കാണിക്കും. പിന്നെ അവൻ അതിന് തികവോടെ പ്രതിഫലം ലഭിക്കും. ഒടുവിൽ ഒക്കെയും നിന്റെ നാഥങ്കലാണ് ചെന്നെത്തുക. ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും അവനാണ്. മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അവൻ തന്നെ. ഇണകളെ സൃഷ്ടിച്ചതും അവനാണ്. ബീജത്തിൽ നിന്ന് അത് സ്രവിക്കപ്പെട്ടാൽ വീണ്ടും ജീവിപ്പിക്കുക എന്നത് അവന്റെ ധർമ്മമത്രേ. ഐശ്വര്യമേകിയതും തൃപ്തനാക്കിയതും അവൻ തന്നെ. പുണർദം നക്ഷത്രത്തിന്റെ നാഥനും അവനാണ്. പൗരാണിക ആദ് വർഗത്തെ നശിപ്പിച്ചതും അവൻ തന്നെ. സമൂദിനെയും അവരിലാരെയും ബാക്കിവച്ചില്ല. അതിനു മുമ്പേ നോഹിന്റെ ജനതയെയും അവൻ നശിപ്പിച്ചു. കാരണം അവർ കടുത്ത അക്രമികളും ധിക്കാരികളുമായിരുന്നു. കീഴ്മേൽ മറിഞ്ഞ നാടിനെയും അവൻ തകർത്തു തരിപ്പണമാക്കി. അങ്ങനെ അവൻ അതിനെ വൻ വിപത്തിനാൽ മൂടി. എന്നിട്ടും നിന്റെ നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നീ സംശയിക്കുന്നത്? ഈ പ്രവാചകൻ മുമ്പുള്ള താക്കീതുകാരുടെ കൂട്ടത്തിൽപ്പെട്ട മുന്നറിയിപ്പുകാരൻ തന്നെ. വരാനിരിക്കുന്ന ആ സംഭവം അഥവാ ലോകാവസാനം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. അതിനെ തട്ടിമാറ്റാൻ അല്ലാഹുവല്ലാതെ ആരുമില്ല. എന്നിട്ടും ഈ വചനത്തെ സംബന്ധിച്ച് നിങ്ങൾ വിസ്മയം കൂറുകയാണോ? നിങ്ങൾ കരയാതെ ചിരിക്കുകയോ? നിങ്ങൾ തികഞ്ഞ അശ്രദ്ധയിൽ തന്നെ കഴിയുകയാണോ? അതിനാൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യുക, അവന് മാത്രം വഴിപ്പെടുകയും ചെയ്യുക.